സംഘർഷത്തിന് നടുവിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ ഇറ്റലിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കണ്ടു. ഫ്രാൻസിസ് മാർപ്പാപ്പയുമുള്ള കൂടിക്കാഴ്ചയുണ്ടായി. അദ്ദേഹം മാർപ്പാപ്പയെ ആലിംഗനം ചെയ്തു. മാർപ്പാപ്പയെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. യുക്രൈന് 5000 കോടി രൂപയുടെ സഹായം നൽകാൻ G7 ഉച്ചകോടി തീരുമാനിച്ചു എന്നും വാർത്ത വരുമ്പോൾ PPA ജെയിംസ് വിദേശ വാർത്തകളെ അപഗ്രഥിക്കാൻ പതിവ് പോലെ നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുന്നു. PPA ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ്, അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് PPA ജെയിംസ് G7 ഉച്ചകോടിയിൽ എത്തിയപ്പോൾ യുക്രൈൻ അദ്ദേഹത്തെ കണ്ടു അല്ലേ? യുക്രൈൻ പ്രസിഡന്റിനെ അദ്ദേഹം കണ്ടു. അതേപോലെ എനിക്ക് തോന്നുന്നത് കാനഡിയൻ പ്രധാനമന്ത്രിയും കണ്ടു. ഒരുപക്ഷെ ഇതിൽ വലിയ പ്രചരണം ഉണ്ടായിരുന്നു. G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അദ്ദേഹം കനേഡിയൻ പ്രധാനമന്ത്രിയെ കാണില്ല എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മുഴുവൻ വാർത്തയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളാണ്. നമുക്കറിയാം, ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാർ കാനഡയിൽ കൊല്ലപ്പെട്ടത് അത് ഇന്ത്യയുടെ കൈ അതിന് പിന്നിലുണ്ടെന്ന് കനേഡിയൻ പാർലമെൻറ്റിൽ തന്നെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ത്യ കടുത്ത രീതിയിൽ അതിനെതിരെ പ്രതികരിച്ചു. കാനഡയിലെ ഇന്ത്യയിലുള്ള എംബസിയിൽ നിന്നുള്ള ഒരുപാട് പേരെ പുറത്താക്കുന്ന രീതിയിൽ പറഞ്ഞുവിട്ടു. ഇതേ തുടർന്ന് ഇന്ത്യക്കെതിരെ കാനഡയും ചില നടപടികൾ സ്വീകരിച്ചു. അവിടുത്തെ കാനഡയിലേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പഠിക്കാനുള്ള അവസരങ്ങൾ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവനുണ്ടായി. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷേ അതിന് വിപരീതമായിട്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കണ്ടു എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് എക്സിൽ കുറിച്ചെങ്കിലും വലിയ രീതിയിലൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്തായാലും ടെൻഷൻ നിൽക്കുന്നതുകൊണ്ട് അഭിപ്രായ ഭിന്നതകൾ തുറന്ന് പറഞ്ഞു കാണും. എന്തായാലും അത് സംബന്ധിച്ച് രണ്ടുപേരും ഏതാണ്ടൊരു മൗനം പാലിക്കുകയാണ്. കൂടിക്കണ്ടു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് മോദി പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്നും ആരാധിക്കുന്ന നേതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ താൻ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. വീണ്ടും നേരത്തെ 2021 ഒക്ടോബർ 30 മാർപ്പാപ്പയെ ആദ്യമായിട്ട് നരേന്ദ്രമോദി കണ്ടത് അന്നാണ്. രണ്ടാം തവണയാണ് അധികാരത്തിൽ 3ാം തവണ എത്തിയതിന് ശേഷം ആദ്യമായിട്ടും മാർപ്പാപ്പയെ ആലിംഗനം ചെയ്തു. എന്ന് മാത്രമല്ല, ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അറിയാം, മണിപ്പൂർ സംഭവത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ള പ്രചരണം യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്ന സമയത്താണ് മാർപ്പാപ്പയുമായിട്ട് ഈ കൂടിക്കാഴ്ച നടന്നത്. RSSൻ്റെ തലപ്പത്ത് നിന്ന് വരെ മണിപ്പൂർ ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കാത്തതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ അതിനൊക്കെ ഒരു മറുമരുന്ന് എന്ന രീതിയിൽ കൂടിയാണ് മാർപ്പാപ്പയുമായിട്ടുള്ളൊരു വളരെ വാമായിട്ടുള്ള ഊഷ്മളമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നരേന്ദ്രമോദി നടത്തിയത്. ഒപ്പം തന്നെ ഇതിലെ വേറൊരു ഹൈലൈറ്റ് വ്ളാഡിമിർ സെലൻസ്കി ഉക്രൈൻ്റെ പ്രസിഡന്റിനെ ആയിട്ടുള്ള സന്ദർശനമാണ്, കൂടിക്കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ റഷ്യയുടെ പക്ഷത്താണ് എന്നൊരു പ്രചരണം പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവൻ അയച്ചുവിട്ടിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. ഇതിൽ ഉക്രൈന് വല്ലാത്ത അസംതൃപ്തി ഉണ്ടായിരുന്നതിനിടയിലാണ് വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് ചർച്ച നടന്നത്. അപ്പോൾ ഈ 3 ഹൈലൈറ്റാണ്. അതുകൂടാതെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രത്യേകിച്ച് അവിടെ പന്നു എന്ന ഖാലിസ്ഥാൻ നേതാവിനെ കൊല്ലാൻ ഇന്ത്യ ശ്രമിച്ചുവെന്ന് അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിടുകയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ചെറിയ വിള്ളൽ വീഴുകയും ചെയ്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 8-9 മാസത്തിന് ശേഷമാണ് ആ സംഭവങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ജോ ബൈഡനുമായിട്ട് ചർച്ച നടത്തിയത്. ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് ഇരുവരും പറഞ്ഞത്. അപ്പോൾ ആ തരത്തിൽ 13 ലോക നേതാക്കളെ ഒറ്റ ദിവസം കൊണ്ട് സന്ദർശിച്ച് റെക്കോർഡിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി. അദ്ദേഹം UN സെക്രട്ടറി ജനറലിനെ കണ്ടു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യൻ വംശജനായ ഋഷി സുനക്ക്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ കാര്യത്തിൽ ഫ്രാൻസുമായിട്ടാണ് ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിമാനങ്ങൾ റഷ്യ കഴിഞ്ഞാൽ നമുക്ക് വരുന്നത്. നേരത്തെ മിറാഷ് 2000 കാർഗിൽ യുദ്ധത്തിൽ വലിയ ഇത് വഹിച്ച വിമാനം, പിന്നീട് റഫേൽ ഒക്കെ വരുന്നത് ഫ്രാൻസിൽ നിന്നാണ്. പ്രതിരോധ കരാറുകൾ ചർച്ച ചെയ്തു. ഇങ്ങനെ പ്രധാനപ്പെട്ട ജപ്പാൻ്റെ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിഡ, അതുപോലെ തന്നെ UAE പ്രസിഡന്റ്, ജോർദാൻ്റെ രാജാവ് അടക്കമുള്ള എല്ലാവരെയും കണ്ടു. പിന്നെ ആഫ്രിക്കൻ നേതാക്കളെയും കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു വലിയ പബ്ലിക് റിലേഷൻസ് വർക്കാണ് G7 ഉച്ചകോടിയിൽ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ചെറിയ രീതിയിൽ ക്ഷീണം പറ്റി പ്രതിച്ഛായയിൽ മങ്ങലേറ്റ നരേന്ദ്രമോദി അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമമെന്ന നിലയിൽ കൂടിയാണ് G7 ഉച്ചകോടിയിൽ നിറഞ്ഞു നിന്നത്. ഒപ്പം തന്നെ ഉക്രൈന് 5000
കോടി നൽകാൻ ഡോളർ നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് G7. അത് വല്ലാത്തൊരു ഡെവലപ്മെൻ്റാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ യുദ്ധത്തിൽ റഷ്യയ്ക്ക് മേധാവിത്വമുള്ള സമയത്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വന്ന് അവരെ സഹായിക്കാൻ നിൽക്കുന്നതിനിടയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളാണ് 7 രാജ്യങ്ങൾ: അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി അടക്കമുള്ള ഇറ്റലി, ജപ്പാൻ. ഇത്ര 7 രാജ്യങ്ങൾ ചേർന്നാണ് 5000 കോടി ഡോളർ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ അവിടെ ക്ഷണിതാവായിരുന്നു. എന്തായാലും ഇതിനെതിരെ ഉക്രൈൻ ഇത് നൽകുന്നത് യുക്രൈൻ്റെ ശേഷി വല്ലാതെ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ, അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ ഉണ്ടാവാൻ പോകുന്നതിനെക്കുറിച്ച് അവർക്ക് പേടിയുണ്ട്. റഷ്യയുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ യുദ്ധത്തിൽ പണം നൽകാതിരിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി പണം നൽകാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെയും പിന്നെ യൂറോപ്യൻ നേതാക്കളുടെയും തീരുമാനം. SKN. പി ജെയിംസ്, മറ്റൊരു വാർത്ത വരുന്നത് ലെബനിലെ ഹിസ്ബുള്ള മിസൈൽ സംവിധാനങ്ങൾ ഇസ്രയേൽ തകർത്തു എന്നാണ്. കാരണം 200 റോക്കറ്റുകൾ അയച്ചല്ലേ ഇസ്രയേലെ അവർ ആക്രമിച്ചത്. അതിന് പ്രതികാരം ചെയ്തിരിക്കും ഇസ്രയേൽ എന്ന രീതിയിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ് വന്നിരിക്കുന്നത്? SKN ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ലെബനനിലെ താഴ്വരകൾ, സുന്ദരമായ ദേവദാരുക്കൾ പൂക്കുന്ന താഴ്വരകളിൽ ഇസ്രായേലി ബോംബറുകൾ തീ തുപ്പുകയാണ്. SKN യഥാർത്ഥത്തിൽ അവിടുത്തെ മിസൈൽ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ലെബനൻ കഴിഞ്ഞ ദിവസം 200-ലേറെ റോക്കറ്റാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. ഇസ്രായേൽ ലെബനൻ അതിർത്തി രണ്ടുപേരും അതിർത്തി ഇന്ത്യ പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള അതിർത്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പം ലെബനനിൽ ഹെസ്ബുള്ള ഇറാൻ്റെ പിന്തുണയോടെ 200-ലേറെ റോക്കറ്റുകൾ അയച്ചു. അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രതികാരം എന്ന നിലയിലാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ അവിടെ തീ തുപ്പുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്നു. ഗസയിൽ ഒരുപക്ഷെ വെടിനിർത്തലുണ്ടായാൽ ലെബനനിൽ അടുത്ത യുദ്ധമുഖം തുറക്കുമെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള സൂചനകളുള്ളത്. കാരണം ലെബനൻ എപ്പോഴും വടക്കൻ ഇസ്രായേലിന് വലിയ ഭീഷണിയായിട്ട് നിലനിൽക്കുന്നുവെന്നാണ്. ഹമാസും അതുപോലെ ലെബനിലെ ഹെസ്ബുള്ളയും യമനിലെ ഹൂതികളുമാണ് ഇറാൻ പിന്തുണയോടെ ഇസ്രായേലിനെതിരെ പൊരുതുന്നത്. അതിനിടയിൽ ഹൂതികളുടെ മിസൈൽ കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് അമേരിക്ക അവകാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ഞങ്ങൾ ആക്രമണം നടത്തുന്നു എന്ന് ഹൂതികളും പറയുന്നു. ഇതിനിടയിൽ SKN വളരെ സങ്കടകരമായിട്ടുള്ള വാർത്ത: 10,000-ലേറെ കുട്ടികൾ മരണത്തിൻ്റെ വക്കിലാണ്, പട്ടിണി കിടന്ന് മരണത്തിൻ്റെ വക്കിലാണ്. കുറച്ച് കുട്ടികൾ മരണമടഞ്ഞു കഴിഞ്ഞു. അതുപോലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത, അത് ഐക്യരാഷ്ട്രസഭയിൽ നിന്നുള്ള ഏജൻസികൾ തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇസ്രായേൽ ഗസയിൽ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. 25 പേർ കൂടി ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം തീരുന്ന ലക്ഷണങ്ങൾ കാണുന്നില്ല. മധ്യസ്ഥർ ആഞ്ഞു പിടിക്കുന്നുണ്ട്. അമേരിക്ക രംഗത്തുണ്ട്, ഖത്തറുണ്ട്, ഈജിപ്തുണ്ട്. പക്ഷേ ഇവരൊക്കെ ശ്രമിച്ചിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വഴങ്ങാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. SKN. ജെയിംസ്, ഒരു നിമിഷം, ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത വരുന്നു. മൂവാറ്റുപുഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട തടി ലോറി വൈദ്യുത പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ഒരാൾക്ക് മരണമുണ്ടായി. ലോറിയിലെ സഹായി ഈരാറ്റുപേട്ട കുഴിവേലിപ്പറമ്പിലെ അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. 50 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഡ്രൈവർ ഈരാറ്റുപേട്ട നടക്കൽ സ്വദേശി വെങ്കടശ്ശേരി മാഗിൻ VS പരിക്കേറ്റു. ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച രാത്രി 11 മണിക്കാണ് അപകടം ഉണ്ടായത്. ഈ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ അന്താരാഷ്ട്ര ബാങ്കുകളിലുള്ള റഷ്യയുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിക്കുന്നു. അതിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന രീതിയിൽ വ്ളാഡിമിർ പുടിൻ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഈ G7 തീരുമാനത്തിൽ ഇന്ത്യ കൂടി ഉണ്ടായിരുന്നല്ലോ. എന്തായിരിക്കും അതിൻ്റെ അന്താരാഷ്ട്ര പ്രത്യാഘാതം? മാത്രമല്ല, ക്യൂബയിലൊക്കെ തന്നെ അവർ സൈനികാഭ്യാസം തുടങ്ങി എന്ന രീതിയിൽ വാർത്ത വരുന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും. SKN ഇത് ഒരു വല്ലാത്ത ഒരു തീരുമാനമാണ്. പക്ഷെ അതിൽ ഇന്ത്യക്ക് പങ്കില്ല. കാരണം ഇന്ത്യ G7 രാഷ്ട്രങ്ങളിൽ അംഗമല്ല, ക്ഷണിതാവ് എന്ന രീതിയിലാണ് അതിൽ പങ്കെടുത്തത്. അതുകൊണ്ട് ഇന്ത്യക്ക് വോട്ട് ചെയ്യാനോ അഭിപ്രായം പറയാനുള്ള ഒരു എന്താ പറയുക നിലപാട് എടുക്കാനുള്ള അധികാരം G7 രാഷ്ട്രങ്ങളിലില്ല. അതുകൊണ്ട് ഉക്രൈന് പോലുമില്ല. ഉക്രൈന് 5000 കോടി കൊടുത്തെങ്കിലും അവർക്ക് നിരീക്ഷകരായി പങ്കെടുക്കാം. പല രാജ്യങ്ങളെയും, ഇപ്പോൾ UAE വിളിച്ചത്, ജോർദാനെ ക്ഷണിച്ചത്, പല ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വിളിയാണ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചൈനയെയും റഷ്യയൊന്നും ഈ യോഗത്തിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, G7 രാഷ്ട്രങ്ങളുടെ പ്രധാന ലക്ഷ്യം ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ നേരിടുന്നതിനെക്കുറിച്ചുള്ള തന്ത്രങ്ങൾ മെനയുക തന്നെയാണ്. ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വല്ലാതെ ക്ഷുഭിതനാക്കിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഇതിന് തിരിച്ചടി ഉണ്ടാവും. പ്രത്യേകിച്ച് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പുടിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് റഷ്യയുടെ അസറ്റ്സ്, നിക്ഷേപങ്ങൾ അന്താരാഷ്ട്ര ബാങ്കുകളിൽ, മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അതെല്ലാം മരവിപ്പിക്കാൻ 10,000 കോടിയുടെ നിക്ഷേപങ്ങൾ മരവിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല SKN, അതിനപ്പുറം കടന്ന് ആ നിക്ഷേപിക്കുന്ന തുകയിൽ
നല്ലൊരു വിഹിതവും ഉക്രൈൻ സേനയ്ക്കും ഉക്രൈനും നൽകാനും കൂടി തീരുമാനിക്കുന്നുമെന്നുള്ളതാണ് വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്നത് റഷ്യക്ക്. കാരണം റഷ്യയുടെ പണമെടുത്ത് ഉക്രൈന് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ കൊടുക്കുന്നു എന്നാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ബാങ്കുകളിലാണ് കൂടുതലായിട്ടുള്ള ഇവരുടെ നിക്ഷേപങ്ങളുള്ളത്. റഷ്യയെ സംബന്ധിച്ച് അവരൊക്കെ മരവിപ്പിക്കുമ്പോൾ അവർ അല്ലാതെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. റഷ്യൻ എണ്ണയൊക്കെ ചൈനയ്ക്കും ഇന്ത്യക്കൊക്കെ കൊടുത്താണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ആ അവസ്ഥയിലാണ് ഈ തരത്തിലുള്ള തീരുമാനം G7 രാഷ്ട്രങ്ങൾ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വ്ളാഡിമിർ സെലൻസ്കിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ സെലൻസ്കിക്ക് വലിയ ധൈര്യം പകർന്ന രീതിയിലാണ് പല നേതാക്കളും പ്രതികരിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്ക് അവിടെ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ പോലും വലിയ തുകയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഉക്രൈനിൽ തോറ്റാൽ റഷ്യ പിടിച്ചാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടി പിടിക്കും, യൂറോപ്പിൻ്റെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ് എന്ന നിലയിലാണ് SKN കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. SKN എതിരെയാണ് ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിൻ്റെ നേതൃത്വത്തിൽ യുദ്ധക്കപ്പലുകൾ ക്യൂബയ്ക്ക് സമീപം സേനാഭ്യാസം നടത്തുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ അതിനെ പ്രതിരോധിക്കാനായി രംഗത്തുണ്ട്. വലിയ സംഘർഷം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ പന്തിയല്ല. താങ്ക് യു. ബി ജെയിംസ്. വിദേശ വാർത്തകൾ ഇനി നാളെ ഇതേ സമയം.